നമസ്കാരം, എൻ്റെ പേര് ആദിത്യ. നമ്മൾ നിപ്പോൺ ടൊയോട്ട ഇഞ്ചിക്കൽ ഷോറൂമിലെ സെയിൽസ് ടീമാണ് ഞാൻ. ഇന്ന് നമ്മളുടെ അടുത്തുള്ളത് ഹൈക്രോസ്, ഇന്നോവ ഹൈക്രോസ് ആണ്. അതുപോലെ തന്നെ അപ്പുറത്ത് ഹൈറൈഡറും കിടപ്പുണ്ട്. നമുക്കാദ്യം ഇന്നോവയുടെ വിശേഷങ്ങളിലേക്ക് നോക്കാം. ഇത് നമ്മളെ 2025 മോഡൽ ഇന്നോവ ഹൈക്രോസ് എന്ന് പറയുന്ന ഹൈബ്രിഡ് വേരിയൻ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ലൈൻസും കാര്യങ്ങളൊക്കെ അഡീഷണലായിട്ട് നമ്മൾ നിപ്പോൺകാർ തന്നെ സിഗ്നേച്ചർ എഡിഷൻ എന്ന് പറഞ്ഞ് ഇറക്കിയിരിക്കുന്ന ഒരു മോഡൽ തന്നെയാണ്. പൊതുവേ നമുക്ക് എസ്തെറ്റിക് ചേഞ്ചസ് മാത്രമായിട്ടാണ് ഈ സിഗ്നേച്ചർ എഡിഷനിൽ വരുന്നത്. ഇതിന് ഏകദേശം വണ്ടിയുടെ നോർമൽ പ്രൈസിനെക്കാട്ടിയും അത് ഒരു 2 lakhs കൂടുതലാണ് നമുക്ക് ഈ ഒരു എഡിഷൻ വരുന്നത്. അതെ, ഇതിപ്പം പുറത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അലോയ് വീൽസ് നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക് കാണാം. അതുപോലെ തന്നെ മേളിൽ ക്ലാഡിങ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. നോർമൽ വേരിയൻസിൽ അതൊരു മാറ്റ് ഫിനിഷ് ആയിരിക്കും കൊടുത്തേക്കുന്നത്. പിന്നെ മേജറായിട്ട് ചേഞ്ച് വരുന്നത് ഇൻറ്റീരിയേഴ്സിലാണ്. ഇൻറ്റീരിയേഴ്സിൽ സീറ്റ്സും അതുപോലെ തന്നെ ഡോറിങ്ങിലെ പാഡിങ്ങും കാര്യങ്ങളിലൊക്കെയാണ് ചേഞ്ചസ് വരുന്നത്. ഇതിനകത്ത് ഇപ്പോൾ കൊടുത്തേക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് ഫിനിഷിലെ ഒരു കോംബോയാണ് ഇതിനകത്ത് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം ഈ കളേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. പിന്നെ ഈ വണ്ടി ഭയങ്കര സ്മൂത്തായിട്ടാണ് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ബാക്കപ്പ് പാസഞ്ചേഴ്സ് കംഫർട്ടായാലും എല്ലാം ഭയങ്കര സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ ഒരു 7 സീറ്ററും കൂടെയാണ് ഈ വണ്ടി. അപ്പോൾ വലിയ ഫാമിലി ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള വെഹിക്കിൾ തന്നെയായിരിക്കും. പിന്നെ ഇതിൻ്റെ എൻജിൻ പവർ ഔട്ട്പുട്ടൊക്കെ പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു 2 ലിറ്റർ എൻജിനാണ് വരുന്നത്. അതുപോലെ തന്നെ വിത്ത് ആൻഡ് ഹൈബ്രിഡ് ബാറ്ററി, നമ്മൾ നിക്കൽ മെറ്റൽ ഹൈബ്രിഡ് ബാറ്ററി എന്നാണ് പറയാൻ സാധിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പവർ ഔട്ട്പുട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ 183 HP അതുപോലെ തന്നെ 206 Nm ടോർക്കുമാണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ ലെങ്ത്ത് വരുമ്പം 4755 mm, അതുപോലെ തന്നെ വിഡ്ത്ത് വന്നിട്ട് 1845 mm, ഹൈറ്റ് വരുമ്പോൾ 1785 mm, അതുപോലെ തന്നെ വീൽ ബേസ് 2850 mm ആണ് വരുന്നത്. ഫ്യൂൽ കപ്പാസിറ്റി വരുന്നത് 52 ലിറ്റേഴ്സാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി, അതായത് മൈലേജ് എന്ന് പറയുന്നത് അറൗണ്ട് 26-27 ആണ് നമുക്ക് ഓൺ ദി റോഡ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൈലേജിൻ്റെ കാര്യത്തിലോ അതായത് ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യത്തിലോ ഒരിക്കലും ഒരു പേടി വരേണ്ട ഒരു ആവശ്യവും ഈ വണ്ടിയിൽ നമുക്ക് കിട്ടുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, അതായത് എൻക്വയറിയോ ബുക്കിങ്ങോ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ നമ്പർ തന്നെയാണ്. എൻ്റെ പേര് ആദിത്യ എന്നാണ്. ഫീൽ ഫ്രീ ടു കോൺടാക്റ്റ്. താങ്ക് യു.